ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളെ സദ്യയിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണല്ലേ അവിയൽ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇവിടെ ഞാൻ പച്ചക്കായ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ മുരിങ്ങക്കായ, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, പിന്നെ വേണ്ടത് ചേനയാണ്. പിന്നെ ഇവിടെ ഞാൻ വെള്ളരി അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് അനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ കല്ലുപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. അതിവിടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുന്ന ടൈമിന് നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ബൗൾ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 8 ചെറിയ ഉള്ളി, പിന്നെ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മളെ ഒരു വെജിറ്റബിൾ നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്, ഉടഞ്ഞു പോകാണ്ട് കിട്ടണം കേട്ടോ നമുക്ക് ഈ ഒരു അവിയലിൻ്റെ പീസൊക്കെ. അപ്പോൾ ഇവിടെ ഇതാ കണക്കായ വേവിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ആ ഒരു തേങ്ങേൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് കേട്ടോ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇവിടെ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാം മിക്സ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അവിയൽ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്